എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പൊ സ്വയം ഓടിക്കുന്ന കാർ, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഡ്രൈവർ ഇല്ല കാർ എന്ന് വിളിക്കാം. ഇനി വരുന്ന കാലത്തിൽ ഡ്രൈവർമാരുടെ ഡ്യൂട്ടി എല്ലാം ആരാണ് ചെയ്യുക എന്നതാണ് ലോകം ഉറ്റുനോക്കുക. ഇപ്പോഴിതാ ഡ്രൈവർ ഇല്ല കാറുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. അതായത് മനുഷ്യ ഓപ്പറേറ്റർമാരുടെ സഹായമില്ലാതെ ലക്ഷ്യസ്ഥാനങ്ങൾക്കിടയിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം, നമ്മുടെ ലക്ഷ്യം പൂർണ്ണമായും സ്വയം പ്രോഗ്രാം ചെയ്തിട്ട് അതിനെ ഓടിക്കുന്ന ഒരു കാർ. അതായത് റോഡുകളിലൂടെ മനുഷ്യന്റെ ഇടപെടലില്ലാതെ മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യസ്ഥാനത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നു. അപ്പൊ ഭാവിയിൽ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതുപോലെ ഗൂഗിൾ പേയുടെ വരവോട് കൂടി നിരവധി തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടും. അപ്പൊ ഭാവിയിൽ റോഡ് വേകളിലും ഗതാഗത വ്യവസായങ്ങളിലും നിരവധി മാറ്റങ്ങൾ വരുത്താൻ ഈ സ്വയം ഓടിക്കുന്ന കാറുകൾക്ക് കഴിയും. ഉദാഹരണം നോക്കി കഴിഞ്ഞാൽ ഗതാഗതക്കുരുക്ക് ഗണ്യമായി കുറയ്ക്കാം. ഇപ്പോഴും മനുഷ്യന്റെ ചില ഇതുകൊണ്ടാണ് ഭൂരിപക്ഷം ഗതാഗത കുരുക്കുകളും എല്ലാം ഉണ്ടാകുന്നത്. അതുകൂടാതെ അപകടങ്ങളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഭ്രാന്ത് പിടിച്ച പോലെ ചിലര് ഒരു നിയന്ത്രണമില്ലാതെ വാഹനം എടുത്ത് ഓടിക്കുമ്പോൾ അപകടങ്ങൾ കൂടുന്നതാണ്. അപ്പൊ ഓഡി, BMW, ഫോർഡ് കൂടാതെ ജനറൽ മോട്ടോഴ്സ്, ഗൂഗിൾ, ഫോക്സ് വാഗൺ എന്നിവയാണ് ഇതുപോലെ ആളില്ല ഡ്രൈവറില്ല കാറുകൾ വികസിപ്പിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുന്ന നിരവധി കമ്പനികളിൽ മുന്നിട്ട് നിൽക്കുന്ന കമ്പനികൾ. അപ്പൊ ഗൂഗിളിന്റെ മാതൃ കമ്പനി ആയ ആൽഫബറ്റ് ഇൻകോർപ്പറേറ്റിന്റെ സെൽഫ് ഡ്രൈവിംഗ് കാർ പരീക്ഷണ പദ്ധതിയായ വോമയിൽ തെരുവുകളിലും ഹൈവേകളിലും ലക്ഷക്കണക്കിന് മൈലുകൾ സഞ്ചരിക്കുന്ന ടൊയോട്ടോ പ്രിൻസും ഓഡി, TTU ഉൾപ്പെടെ സെൽഫ് ഡ്രൈവിംഗ് കാറുകളുടെ ഒരു കൂട്ടം ഇപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ സ്വയം ഓടിക്കുന്ന കാറുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇതില് മെയിൻ ആയിട്ട് AI സാങ്കേതികവിദ്യയാണ് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ മെഷീൻ ലേണിംഗ്, അതായത് ന്യൂറൽ നെറ്റ്വർക്ക്, അതുകൂടാതെ ഇമേജ് റെക്കഗ്നിഷൻ, ഈ സിസ്റ്റങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ സ്വയം ഓടിക്കുന്ന കാറുകൾ ഒരു വിജയത്തിലേക്ക് എത്തിക്കുന്നത്. ഈ സ്വയം ഓടിക്കുന്ന കാറുകളിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ട്രാഫിക് ലൈറ്റുകൾ, സിഗ്നൽസ്, അതുകൂടാതെ മരങ്ങൾ, റോഡരികിലുള്ള മരങ്ങൾ, അതുകൂടാതെ കാൽനട യാത്രക്കാർ, തെരുവിലെ അടയാളങ്ങൾ, അപ്പൊ സിഗ്നൽസ്, അടയാളം, മീൻസിൽ എന്നിവയെല്ലാം, അതുകൂടാതെ പരിസ്ഥിതി. നമ്മുടെ നാട്ടിൽ അങ്ങനെ പരിസ്ഥിതി കുറവാണെങ്കിലും ചിലയിടത്തൊക്കെ പരിസ്ഥിതി ആയിട്ട് ട്രാഫിക്കിൽ ചില പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ അതെല്ലാം നോക്കിയും കണ്ടും വേണം ഈ കാറുകൾ വിജയത്തിലേക്ക് എത്താനായിട്ട്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇലോൺ മസ്കിന്റെ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതിയായ ടെസ്ല റോബോടാക്സിക്ക് ഇപ്പൊ തുടക്കമായി. ടെക്സസിൽ നടന്ന ഔദ്യോഗികമായ റോബോടാക്സി സർവീസ് ഇപ്പൊ ആരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇതിൽ തെരഞ്ഞെടുത്ത സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസേഴ്സിന് ആണ്, അല്ലെങ്കിൽ ഡിജിറ്റൽ ക്രിയേറ്റേഴ്സിനാണ് റോബോടാക്സി ആസ്വദിക്കാനായിട്ട്, ആ യാത്ര ആസ്വദിക്കാനായിട്ട് അവസരം ലഭിക്കുക. അതിനുശേഷം മാത്രമേ പൊതുജനങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതായത് ഇതിന്റെ തുടക്ക ഘട്ടം എന്ന നിലയിൽ കുറച്ച് മോഡൽ Y വാഹനങ്ങളിൽ നിശ്ചിത പരിധിയിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കായാണ് ആദ്യമായി ഈ റോബോടാക്സി യാത്ര ആസ്വദിക്കാനാവുക. അപ്പൊ ലക്ഷക്കണക്കിന് വാഹനങ്ങൾ ഇതുപോലെ റോബോടാക്സികളായി നിരത്തുകൾ നിറയുന്നതായാണ് ഈ ഇലോൺ മസ്കിന്റെ അദ്ദേഹം കാണുന്ന ഒരു സ്വപ്നം. അപ്പൊ അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത്, ഡ്രൈവർ ഇല്ലാതെ സാങ്കേതിക വിദ്യയുടെ സഹായത്തിൽ പ്രവർത്തിക്കുന്ന റോബോടാക്സികൾ താരതമ്യേന കുറഞ്ഞ നിരക്കാണ് ഉള്ളത് എന്നാണ്. അതുകൊണ്ട് അത് വളരെ വിഭാഗം പൊതുജനങ്ങളെ ഇതിലേക്ക് ആകർഷിക്കാനും സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഇത് ആദ്യമായല്ല ഡ്രൈവർ ഇല്ലാത്ത ടാക്സികൾ ഈ നിരത്തിൽ വരുന്നത്. 2018 മുതൽ തന്നെ ഗൂഗിളിന്റെ വോമോയുടെ സെൽഫ് ഡ്രൈവിംഗ് കാറുകളെല്ലാം നിരത്തിലുണ്ട്. ഇലോൺ മസ്ക് ഈ വാർത്ത അദ്ദേഹത്തിന്റെ X പ്ലാറ്റ്ഫോം വഴിയാണ് ഇതിന്റെ സർവീസ് ആരംഭിച്ച വിവരം അദ്ദേഹം ജനങ്ങളെ അറിയിച്ചത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അതിൽ പങ്കുവെച്ച ആ കുറിപ്പ് ഇങ്ങനെയാണ്. അതായത് റോബോടാക്സി വിജയകരമായി പുറത്തിറക്കിയ ടെസ്ല AI സോഫ്റ്റ്വെയർ ചിപ്പ് ഡിസൈൻ ടീമുകൾക്ക് അഭിനന്ദനങ്ങൾ. പതിറ്റാണ്ടിലേറെ നീണ്ട കഠിനാധ്വാനത്തിന്റെ ഫലമാണിത്. ഒന്നും ഇല്ലായ്മയിൽ നിന്നാണ് AI ചിപ്പ് സോഫ്റ്റ്വെയർ ടീമുകൾ എല്ലാം പണിതുയർത്തിയത്. അപ്പൊ വെറും $4 നൽകിക്കൊണ്ടാണ് ടെസ്ല റോബോടാക്സി സർവീസുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് ഇലോൺ മസ്ക് പറയുന്നത്. ടെസ്ലയുടെ മോഡൽ Y കാറുകളാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്.
ഓട്ടോ പൈലറ്റ് എന്നറിയപ്പെടുന്ന ടെസ്ലയുടെ ഡ്രൈവർ അസിസ്റ്റന്റ് സോഫ്റ്റ്വെയർ ആണ് ഡ്രൈവർ ഇല്ല യാത്രകൾക്ക് സാധ്യമാകുന്നത്. അപ്പൊ ഗൂഗിൾ ഇതിനു മുമ്പ് ഒരു ടാക്സി ഇതുപോലെ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ടെസ്ലയുടെ ഇതിനുള്ള വ്യത്യാസം. കാരണം എന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ ഉപയോഗിച്ചിരുന്നത് വെയ്മോയിൽ റഡാറുകൾ ഉപയോഗിച്ചാണ് ചുറ്റുമുള്ള സാഹചര്യങ്ങളെ വിലയിരുത്തിയിരുന്നത് ഗൂഗിളിന്റെ കാറുകളിൽ. പക്ഷെ ഇതിൽ ഉപയോഗിക്കുന്നത് ക്യാമറ സെൻസറുകളാണ് റോബോടാക്സിയിൽ ടെസ്ല ഉപയോഗിക്കുന്നത്. ഇതിനു മുമ്പ് റോബോടാക്സികൾ പരീക്ഷണ ഓട്ടത്തിനിടയിൽ അപകടത്തിൽപ്പെട്ടിട്ട് പലപ്പോഴും അതൊരു വിവാദം ആയിട്ട് വന്നിട്ടുണ്ടായി. എന്നാൽ വെൽമോയുടെ കാര്യത്തിൽ ഇത്തരം വിവാദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത്തരം അപകടങ്ങൾ മുന്നേ നടന്ന അപകടങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അപ്പോഴാണ് റോബോടാക്സിയിലെ സുരക്ഷാ ആശങ്കകൾ വർദ്ധിച്ചത്. അപ്പൊ അതുകൊണ്ട് അധികൃതരുടെ ഇതിന് ഒരു അനുമതി കൊടുക്കണ്ട, അനുമതി കിട്ടാനായിട്ട് സമയമെടുത്തിരുന്നു. അതുകൂടാതെ ഈ ടെസ്ലയുടെ ഈ കാറിന് മൂടൽമഞ്ഞ് പോലുള്ള സാഹചര്യങ്ങളിൽ ദിശ അറിയാതെ അപകട സാധ്യത കൂടുതലാണെന്നും ഇതിന്റെ ഒരു വിദഗ്ധര് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. നിലവിൽ അവർ നിശ്ചയിച്ച ചില സ്ഥലങ്ങളിൽ 20-ൽ താഴെ മോഡൽ Y കാറുകൾ മാത്രമാണ് റോബോടാക്സിയിലായി ഇപ്പോൾ ഓടിക്കാനായിട്ട് ടെസ്ല തീരുമാനിക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് ഈ റോബോടാക്സിയിൽ കയറാനായിട്ട് അവസരം ലഭിച്ച് ഇപ്പോൾ തുടങ്ങുകയില്ല. ഇപ്പൊ കുറച്ച് പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് മാത്രമാണ്. അതുകൂടാതെ ഭാവിയിലായിരിക്കും സാധാരണ വ്യക്തികൾക്ക് ഇത് യാത്ര സുഗമമാകുന്നത്. അപ്പൊ നിലവില് ഈ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കായാൽ പോലും രാവിലെ 6 മുതൽ വൈകിട്ട് അർദ്ധരാത്രി വരെ ആണ് ഈ റോബോടാക്സികൾ ഇപ്പൊ സർവീസ് നടത്താനായിട്ട് കമ്പനി ഉദ്ദേശിക്കുന്നത്. അപ്പൊ പൊതുജനങ്ങൾക്ക് ഈ യാത്ര സുഗമമാകുന്ന ആ സമയത്ത് ഇതിന്റെ ഒരു ആപ്പ് വരും. അപ്പൊ ആപ്പ് വഴി നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ആപ്പില് പൈസ അടച്ചിട്ട് നിങ്ങൾക്ക് ഈ ടാക്സി ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ടാക്സി നിങ്ങളെ അരികിൽ വരും. അപ്പൊ ഡോറ് തുറന്ന് വണ്ടിയിൽ കയറി സീറ്റ് ബെൽറ്റ് ഇട്ട് സ്റ്റാർട്ട് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ കഴിയും എന്നാണ് കമ്പനി പറയുന്നത്. അതുകൂടാതെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതിന്റെ നിങ്ങൾക്ക് ചൂട് ക്രമീകരിക്കാനുള്ള AC അതിലുണ്ട്. സീറ്റിന്റെ പൊസിഷൻ മാറ്റാനുള്ള ആ സാങ്കേതിക വിദ്യ ഈ വണ്ടിയിലുണ്ട്. അതുകൂടാതെ നല്ല മ്യൂസിക് കേൾക്കാനായിട്ട് ഇതിൽ അവസരങ്ങളുണ്ട്. അതുകൂടാതെ യാത്രാ വിവരങ്ങൾ ഓരോ സ്ഥലത്ത് നിങ്ങൾ തരണം ചെയ്യുമ്പോൾ നിങ്ങളെ അപ്പപ്പോ അറിയിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇനി യാത്ര തുടങ്ങി നിങ്ങൾക്ക് പെട്ടെന്ന് നിർത്തേണ്ടി വന്നു ഏതെങ്കിലും സ്ഥലത്ത്, അപ്പോഴും അതിൽ സൗകര്യങ്ങളുണ്ട്. അതുകൂടാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയാല് പുറത്തിറങ്ങി ഡോർ അടച്ചാല് റോബോടാക്സി യാത്ര തുടങ്ങുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കമ്പനി പറയുന്നത് ഈ ആളില്ല കാറുകളെ കുറിച്ചുള്ള വിവരങ്ങൾ. അപ്പൊ നമ്മുടെ നാട്ടിലും അത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രതീക്ഷകളാണല്ലോ നമ്മുടെ മുന്നോട്ട് നയിക്കുന്നത്. ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.